അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം. പൊട്ടറ്റോ സ്റ്റൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിനായിട്ട് 2 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചതും, പിന്നെ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് എരിവിനനുസരിച്ച് നോക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ഒന്നാം പാലും 1 ഗ്ലാസ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും നീളത്തിൽ കീറിയിട്ടുള്ള പച്ചമുളകും സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു വിസിൽ വരുന്നവരെന്ന് വേവിക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് വേവായിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് ഇതിൽ കുറച്ച് ഭാഗമൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് ചൂടായി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സദ്യയുടെ കൂടെ മാത്രമല്ല, ഇടിയപ്പത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.